KSRTCക്കെതിരെ വിമർശനവുമായി MLA G സുധാകരൻ. ആവശ്യത്തിന് ബസ്സുകളില്ല, ആധുനികവൽക്കരണം നടക്കുന്നില്ലെന്നുമാണ് ആരോപണം. ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ലെന്നും MLA വിമർശിച്ചു. KC വേണുഗോപാലിനെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം. KSRTC സമ്പൂർണമായ നവീകരണത്തിന് വിധേയമാകേണ്ട ഒരു സ്ഥാപനം. ആവശ്യത്തിന് ബസ്സുകളില്ല, ആധുനികവൽക്കരണം വേണ്ടത്തിൽ നടക്കുന്നില്ല. ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. യാത്രക്കാർക്ക് ആവശ്യാനുസരണം ബസ്സുകളില്ല എന്നുള്ള പ്രശ്നമടക്കം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മനീഷ് മഹിബാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ, സ്വന്തം പാളയത്തിനുള്ളിൽ തന്നെ വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുകയാണ് സുധാകരൻ. അത് MPയെ വേദിയിലിരുത്തിയാണെങ്കിലും മന്ത്രിയെ വേദിയിലിരുത്തിയാണെങ്കിലും വിമർശിക്കാൻ സുധാകരന് ഒരു മടിയും ഇല്ല എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായിരുന്നു ഈ വിഷയം? ആര്യ, നേരത്തെ CPIഎമ്മിനുള്ളപ്പോൾ തന്നെ മുൻ സർക്കാർ, ഇടത് സർക്കാരിന്റെ കാലത്ത് തന്നെ ഓരോ വകുപ്പിലെയും പ്രശ്നങ്ങൾ എണ്ണി പൊതുവേദിയിൽ വെച്ച് G സുധാകരൻ വിമർശിക്കാറുള്ളത് സാധാരണ രീതിയാണ്. ഇപ്പോഴിതാ UDFന്റെ ഭാഗമായി കൂടിയുള്ള MLA ആണ് അദ്ദേഹം. KSRTCയുടെ ഒരു വികസന പദ്ധതി ആലപ്പുഴയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ബിസിനസ് ക്ലാസ് ബസിന്റെ ഉദ്ഘാടന വേദിയായിരുന്നു. അവിടെ KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മുൻപിൽ വെച്ചാണ് വേദിയിലിരുത്തിയാണ് G സുധാകരൻ വിമർശനം. KSRTCയിൽ സമ്പൂർണ്ണമായ നവീകരണം ഇപ്പോഴും നടപ്പായിട്ടില്ല. ഒപ്പം തന്നെ ഓരോ വിഷയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് വിമർശനം. അതായത് KSRTCയിൽ ഇപ്പോഴും ആവശ്യത്തിന് ബസ്സുകളില്ല, ആധുനികവൽക്കരണം നടക്കുന്നില്ല, ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല, യാത്രക്കാർക്ക് ആവശ്യത്തിന് ബസ്സുകളില്ല, യാത്രക്കാരുടെ ദുരിതം തുടരുകയാണ് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ബിസിനസ് ക്ലാസ് ബസിന്റെ ഉദ്ഘാടന വേദിയായിരുന്നു അത്. നേരത്തെ തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അന്ന് CPIഎമ്മിനുള്ളിൽ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾ അദ്ദേഹം തുടരുകയാണ്. നേരത്തെയും രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ട് ആലപ്പുഴ ജില്ലയിൽ CPIഎം കോൺഗ്രസ് ബന്ധമുണ്ട്, ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ടെന്നുള്ള വലിയ ആരോപണം G സുധാകരൻ പരസ്യമായി ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയായിരുന്നു അന്നത്തെ വിമർശനമെങ്കിൽ ഇപ്പോഴിതാ KC വേണുഗോപാലിനെ മുൻനിർത്തിയാണ് ഇപ്പോഴിതാ അഭിമാന പദ്ധതി എന്ന രീതിയിൽ അവിടെ സർക്കാർ കൊണ്ടുവന്ന ഒരു പൊതുവേദിയിൽ വെച്ച് G സുധാകരൻ പരസ്യമായി KSRTCയിൽ ഉണ്ടാകേണ്ട നവീകരണത്തെ പറ്റിയും ഒപ്പം തന്നെ പ്രശ്നങ്ങളെയും എണ്ണിപ്പറഞ്ഞുകൊണ്ട് വിമർശിച്ചത്. ആര്യ, ഓക്കെ, മനീഷ് മഹിബാലാണ് വിശദമായ വിവരങ്ങൾ നൽകി.